തളിപ്പറമ്പിൽ എന്താ സംഭവിച്ചത്? ആരാണ് ടി കെ ഗോവിന്ദൻ? ടി കെ ഗോവിന്ദന് പാർട്ടി പദവികളൊന്നും നൽകിയിട്ടില്ലേ? നേരത്തെ സ്മൃതി അത് വിശദീകരിക്കാൻ ശ്രമിച്ചു. ഞാൻ ഒരിക്കൽ കൂടി പറയാം. ടി കെ ഗോവിന്ദന് ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ പാർട്ടി നൽകിയ പദവികൾ നമ്മുടെ മുന്നിലുണ്ട്. എന്തൊക്കെയാണ്? പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ ചെയർമാനായിട്ട് ടി കെ ഗോവിന്ദനെയാണ് പരിഗണിച്ചത്. തീർന്നില്ല, ക്ലെയ്സ് ആൻഡ് സിറാമിക്സിൻ്റെ ചെയർമാനായിരുന്നു അദ്ദേഹം. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന പദവിയല്ല. ഇത് AC-യിൽ ഇരുന്ന് വളരെ ദന്തഗോപുരങ്ങളിൽ ഇരിക്കുന്ന ചെയർമാൻഷിപ്പുകൾ 3 എണ്ണമാണ്. 1 പരിയാരം മെഡിക്കൽ കോളേജ്, 2 ക്ലെയ്സ് ആൻഡ് സിറാമിക്സ് ചെയർമാൻ, 3 ഹാൻവീവിൻ്റെ ചെയർമാൻ. ഇതൊക്കെ പാർട്ടിയാണല്ലോ കൊടുക്കുന്നത്. പാർട്ടി കൊടുക്കുന്ന സമയത്ത് ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും ചർച്ച ചെയ്യുന്ന സമയത്ത് എനിക്ക് വേണ്ട, ഈ ചെയർമാൻ സ്ഥാനത്തേക്കാൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് കർഷകർക്കൊപ്പമുള്ള അവിടുത്തെ സാധാരണ പൊരുവയിൽ നിൽക്കുന്ന ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നതാണ്, ഞാൻ പോയി പ്രവർത്തിച്ചുകൊള്ളാം എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? ആ സമയത്ത് ഹാൻവീവിൻ്റെ ചെയർമാൻ സ്ഥാനമാണെങ്കിലും ക്ലെയ്സ് ആൻഡ് സിറാമിക്സിൻ്റെ ചെയർമാൻ സ്ഥാനമാണെങ്കിലും പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ ചെയർമാൻ സ്ഥാനമാണെങ്കിലും എല്ലാം ഏറ്റെടുത്തതല്ലേ ഇദ്ദേഹം? തീർന്നില്ലല്ലോ. കേരള വികസന ബാങ്ക് അടക്കമുള്ള ബാങ്കുകളുടെയൊക്കെ ഭാരവാഹിത്വത്തിൽ അതിന് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ടി കെ രമണി, ഇത് വലിയ തമാശ എന്തെന്ന് വെച്ചാൽ ഗോവിന്ദൻ മാഷിനെ വിമർശിച്ചുകൊണ്ട് പറയാണ്, ഗോവിന്ദൻ മാഷിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് PK ശ്യാമളയ്ക്ക് വേണ്ടിയിട്ട് സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയിട്ട് വാദിച്ചു എന്ന് പറയുന്ന ഇതേ ടി കെ ഗോവിന്ദൻ്റെ ഭാര്യ 2 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ടല്ലോ. അതിലൊന്ന് ഇതേ മലപ്പട്ടം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ടല്ലോ. തൊട്ടാണെങ്കിലും പാർട്ടിയല്ലേ. നോക്കൂ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഇരിക്കൂരിലെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിട്ടില്ലേ ടി കെ രമണി? അത് സ്വന്തം ഭാര്യ തന്നെയല്ലേ? അപ്പോൾ എന്താണ്? അപ്പം ഭർത്താവ് ഇരിക്കുമ്പോൾ എന്താ ഭാര്യ രാഷ്ട്രീയത്തിൽ വരണ്ട എന്ന നിലപാടാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിക്കുക? ഭർത്താവ് രാഷ്ട്രീയത്തിലുണ്ടെങ്കിൽ ഭാര്യ രാഷ്ട്രീയത്തിൽ വരരുത് എന്നൊരു നിലപാട് സ്വീകരിക്കാൻ പറ്റുമോ?